ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സെറ്റ്സുമായി ബന്ധപ്പെട്ട സെറ്റ്സിന്റെ ഓപ്പറേഷൻസ് പഠിച്ചായിരുന്നു അല്ലെ. ഇന്ന് നമ്മൾ അതിന്റെ കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാൻ പോവാണ്. കുറച്ച് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ്. ഇതിന്റെ യൂണിയൻ അതുപോലെ ഇന്റർസെക്ഷൻസ് ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് അതിന്റെ കാര്യങ്ങളൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം എ എന്ന് പറയുന്ന ഒരു സെറ്റിനകത്ത് എ ബി സി. ഇവിടെ നമുക്ക് പറയാം എയിലെ എലമെന്റ്സിന്റെ എണ്ണം എത്രയാണ്? 3 അല്ലേ. അത് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? എൻ ഓഫ് എ എന്നല്ലേ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ. നമ്മള് മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ്സ് ഈക്വൽ ടു 3. ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് എടുത്തു. ഡി ഇ എഫ് ജി. ഓക്കെ ആണല്ലോ. ഇവിടെ എൻ ഓഫ് ബി ഈക്വൽ ടു എങ്ങനെ എടുക്കാം? 4 ആണ്. എൻ ഓഫ് ബി എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എ യൂണിയൻ ബി ഒന്ന് എടുക്കുക. എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് എ ബി സി ഡി ഇ എഫ് ജി ആണോ? ഇതാണ് എ യൂണിയൻ ബി. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എത്രയാണ്? നിങ്ങൾ നോക്കിയേ, 7 എന്ന് കിട്ടും. അപ്പം എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി ആണ് അല്ലെ. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി ആണ്. ഇതവിടെ നിൽക്കട്ടെ. ഞാന് സി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് ചൂസ് ചെയ്തു. ബി സി ഡി മറ്റൊരു സെറ്റാണ് സി. അപ്പോ ബി സി ഡി ഇ. അവിടെ എൻ ഓഫ് സി എന്ന് പറയുന്നത് 4 തന്നെയാണ്. മാറ്റൊന്ന് എ യൂണിയൻ സി എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? എ ബി സി ഡി ഇ. ഇവിടെ എൻ ഓഫ് എ യൂണിയൻ സി ഈക്വൽ ടു അത് എത്ര കിട്ടുന്നത്? 5 ആണ്. അപ്പൊ നോക്കിയേ, എ ബി സി ഇങ്ങനെ 3 സെറ്റുകൾ നമ്മൾ നോക്കുമ്പോൾ എയിൽ 3 എലമെന്റ്സ്, ബിയിൽ 4 എലമെന്റ്സ് വന്നപ്പോൾ എ യൂണിയൻ ബിക്കകത്ത് 7 എലമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ബിയിൽ 4 എലമെന്റ്സ് ഉണ്ട്. അതുപോലെ ഞാൻ 4 എലമെന്റ്സ് ഉള്ള മറ്റൊരു സെറ്റ് സി കൺസിഡർ ചെയ്തു. പക്ഷേ എൻ ഓഫ് എ യൂണിയൻ സി എന്ന് പറയുന്നത് 5 ആയി. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇവിടെ നമുക്കൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായി. കാര്യം ഇവിടെ ഒരേ നമ്പർ ഓഫ് എലമെന്റ്സ് വരുന്ന ഒരേ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയ എന്ത് ചെയ്യുന്നുണ്ട്? യൂണിയൻ സെറ്റിനകത്ത് എടുത്ത് നോക്കിയപ്പോ അവിടുത്തെ ടോട്ടൽ എലമെന്റ്സിന്റെ നമ്പേഴ്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസം. അപ്പോ എന്താണ് ഇവിടെ ഉണ്ടായ പ്രശ്നം? ഇവിടെ നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ ഇത് കിട്ടി, ഇവിടെ അത് കിട്ടിയതുമില്ല. എന്തായിരുന്നു ഇപ്പോൾ ഉണ്ടായ പ്രോബ്ലം? ഞാൻ നോക്കുക വേറെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഇവിടെ എയ്ക്കകത്തും ബിക്കകത്തും ഉള്ള എലമെന്റ്സ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കോമൺ എലമെന്റ്സ് ഒന്നും തന്നെ ഇല്ലായിരുന്നു അല്ലെ. എയിലെ ഒരു എലമെന്റ് പോലും ബിയിൽ വരുന്നത്, തിരിച്ച് ബിയിലെ ഒരു എലമെന്റ് പോലും എയിലും ഇല്ല. കോമൺ എലമെന്റ്സ് ഇല്ലായിരുന്നു. പക്ഷെ എയും സിയും കൂടെ കമ്പയർ ചെയ്താൽ ബി സി 2 എലമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? കോമൺ ആയിട്ട് വരുന്നു. അപ്പം ഇത് രണ്ടും ഡിസ്ജോയിന്റ് സെറ്റ് ആയിരുന്നു. ഇവിടെ എയും സിയും ഡിസ്ജോയിന്റ് സെറ്റ് അല്ല. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ കാര്യം പറയാം. എ ബി ഇത് 2 ഡിസ്ജോയിന്റ്. ഏത് 2 ഡിസ്ജോയിന്റ് സെറ്റുകൾ എ ബി എടുത്തു കഴിഞ്ഞാലും എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി ആയിരിക്കും. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. പക്ഷെ കണ്ടീഷൻ ഉണ്ട്, എയും ബിയും എന്തായിരിക്കണം? ഡിസ്ജോയിന്റ് സെറ്റ്സ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു വെൻ ഡയഗ്രം നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. അതിനകത്ത് ഇവിടെ വെച്ചാൽ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. ഇപ്പം ഇവിടെ എ യൂണിയൻ സിക്കകത്ത് എന്തുകൊണ്ട് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് സി വന്നില്ല എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കിക്കഴിഞ്ഞാല് ഇവിടെ എ എടുത്തപ്പോൾ എയിലെ എലമെന്റ്സിന്റെ എണ്ണം എടുത്തപ്പോൾ നമുക്ക് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബിക്കകത്ത് നോക്കുമ്പോൾ എൻ ഓഫ് എ എടുക്കുമ്പോൾ നോക്കി ഈ 3 എലമെന്റ്സ് അല്ലേ, 3 എലമെന്റ്സ് എടുത്തു. എൻ ഓഫ് സി എടുക്കുമ്പോൾ പിന്നെ നമ്മൾ വീണ്ടും 4 ആഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ബിയും സിയും നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും അവിടെ കൗണ്ട് ചെയ്യുന്നില്ലേ?
ബി സി ഓൾറെഡി ഇവിടെ കൗണ്ട് ചെയ്തതാ, പിന്നെ വീണ്ടും ബിയും സിയും കൗണ്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ കൗണ്ട് ചെയ്യുമ്പോൾ എയ്ക്കകത്തെ 3 എലമെന്റ്സ്, പിന്നെ അതിനുശേഷം സിക്കകത്തുള്ള ഡിയും ഇയും മാത്രം കൗണ്ട് ചെയ്താൽ മതി. ഇല്ല, ഞാന് എയിലെ എലമെന്റും സിയിലെ എലമെന്റും കൂടെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നത് അവിടെ ബി സി എന്ന് പറയുന്നത് 2 തവണ കൗണ്ട് ചെയ്യും. ഈ ബി സി എന്ന് പറയുന്ന 2 എലമെന്റ്സിന്റെ പ്രത്യേകത എന്തുവാ? എയിലും ബിയിലും കൂടിയുള്ള എലമെന്റ്സ് ആണ്. അതായത് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. അല്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ബിക്കകത്തെ എലമെന്റ്സ് ആണ് ബിയും സി എന്ന് പറയുന്നത്. അപ്പോ അതിവിടെ എക്സ്ട്രാ ആഡ് ചെയ്യും. അപ്പം അതുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ എക്സ്ട്രാ ആഡ് ചെയ്ത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എയുടെയും ബിയുടെയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ 3യും 4ഉം കൂടെ നമ്മൾ ആഡ് ചെയ്തു, നമുക്ക് കിട്ടുന്ന 7 ആണ്. പക്ഷെ ആൻസർ 7 ആണോ? അല്ല. എന്തുകൊണ്ടാണ് 7 അല്ലാത്തത്? ബി സി ഇവിടെ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ 4 ആഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ബിയും സിയും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യല്ല, കൗണ്ട് ചെയ്യുന്നതായിട്ട് വരും. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ ആ എക്സ്ട്രാ കൗണ്ട് ചെയ്ത് നമ്മൾ അങ്ങ് സെപ്പറേറ്റ് ചെയ്താൽ പോരെ. എക്സ്ട്രാ കൗണ്ട് ചെയ്ത 2 ഞാൻ എന്ത് ചെയ്തു? അങ്ങ് സെപ്പറേറ്റ് ചെയ്തു. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇവിടെ എന്തുവായിരുന്നു? ഇതെന്ന് പറയുന്നത് എൻ ഓഫ് എ ആയിരുന്നു, ഇത് എൻ ഓഫ് ബി ആയിരുന്നു, ഇതോ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഓക്കെ, നമുക്കിവിടെ ശരിക്കും ഇത്രയും തിയറിയുടെ പുറകിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പഠിക്കാൻ വരുന്ന ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ഈ ചാപ്റ്റർ ത്രൂ ആയിട്ട് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തിയറം ഇതാണ്. എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എന്ന് വെച്ചുകഴിഞ്ഞാല് എ യൂണിയൻ ബി കണ്ടുപിടിക്കുമ്പോ എയിലെ എലമെന്റും ബിയിലെ എലമെന്റും കൂടെ ആഡ് ചെയ്യുന്നു. അതിനകത്തുനിന്ന് എ ഇന്റർസെക്ഷൻ ബി എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് എ ഇന്റർസെക്ഷൻ ബി സെപ്പറേറ്റ് ചെയ്യുന്നത്? കാര്യം എൻ ഓഫ് എ എടുക്കുമ്പോഴും എ ഇന്റർസെക്ഷൻ ബിയിലെ എലമെന്റ് വരുന്നുണ്ട്, എൻ ഓഫ് ബി എടുക്കുമ്പോഴും എ ഇന്റർസെക്ഷൻ ബിയിലെ എലമെന്റ് വരുന്നുണ്ട്. അപ്പോ 2 തവണ എ ഇന്റർസെക്ഷൻ ബിയിലെ എലമെന്റ് ആഡ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ അത് കൗണ്ട് ചെയ്യേണ്ടി വരുന്നു. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 2 തവണ കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല, ഒറ്റ തവണ കൗണ്ട് ചെയ്താൽ മതി. അത് ഇവിടെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇവിടെ കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ 1 തവണയും കൂടെ എക്സ്ട്രാ കൗണ്ട് ചെയ്ത് നമ്മൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്താണ്? സെബ്ട്രാക്ട് ചെയ്യാണ്. നമ്മുടെ ഈ കേസിലും ഇത് അപ്ലൈ ചെയ്യാം. എല്ലാ സെറ്റുകളും ഏത് 2 സെറ്റ് എ ബി നമ്മൾ കൺസിഡർ ചെയ്താലും എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആയിരിക്കും. ഇവിടെ ഇത് ഇങ്ങനെ ഒരാളെ കാര്യം എയും ബിയും ഇവിടെ എന്തായിരുന്നാ പറഞ്ഞേക്കുന്നത്? ഡിസ്ജോയിന്റ് സെറ്റുകളല്ലയോ? ഡിസ്ജോയിന്റ് സെറ്റുകളാണെങ്കിൽ എന്തോ ഡിസ്ജോയിന്റ് സെറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെറ്റുകളിനകത്ത് കോമൺ എലമെന്റ്സ് ഇല്ലെങ്കിൽ അത്തരം സെറ്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ജോയിന്റ് സെറ്റ്സ്. അപ്പം കോമൺ എലമെന്റ്സ് ഇല്ലെങ്കിൽ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? 0 ആയിരിക്കും. കാര്യം എന്താ? എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആണ്. അപ്പം എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് -0 എന്ന് വരുന്നത്. -0 എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ടതല്ലോ, എ പ്ലസ് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി തന്നെയല്ലേ ആൻസർ വരുന്നത്. അതുകൊണ്ടാണ് ഈ കേസിൽ ഇത് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇതിനോടൊപ്പം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരെണ്ണം, ഇതിനകത്ത് എൻ ഓഫ് എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ അടക്കുന്നത് ഇതിനകത്ത് തിരിച്ച് ഇതിനകത്ത് നിന്ന് തന്നെ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയായിരിക്കും? ഈ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇപ്പുറത്ത് വരുന്നു. അപ്പൊ എങ്ങനെയാണെങ്കിൽ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി. ഇത് രണ്ടും ഒന്ന് ഓർത്തിരിക്കും. പിടികിടുന്നുണ്ടോ? ഓക്കെ, ഇത് നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കാനുള്ള ഇതാണ്. ഇനി ഇത് തന്നെ ഒരു 3 സെറ്റുകളുടെ കേസ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, വളരെ റയറായിട്ട് ചോദിക്കുന്നത്. അതാ നിങ്ങൾ ആ ഇക്വേഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ സി പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഓക്കെ ആണല്ലോ? ഇതാണ് കൺസെപ്റ്റ്. നമ്മൾ ഇത് വന്നത് എങ്ങനെയാണെന്ന് അറിയേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയൊന്നും ഓർത്തിരിക്കുക. നമുക്ക് മാക്സിമം ചോദിക്കുന്നത് ഈ ഒരു 3 സെറ്റ്സുകളുടെ കേസാണ്. 4, 5 ഒക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് ഉണ്ടാക്കി എടുക്കാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇത്രയൊന്നും ആലോചിച്ചിരിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ഇത് രണ്ടും നമുക്ക് മിക്കവാറും ചോദിക്കുന്നതാണ്. എൻ ഓഫ് എ യൂണിയൻ ബി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചോദിക്കും. എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എന്തുവാ? എ യൂണിയൻ ബിക്കകത്തുള്ള എലമെന്റ്സിന്റെ എണ്ണം. ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ ശരിക്കും കുറച്ച് കാൽക്കുലേഷൻസിലേക്ക്, ഇതുവരെ നമ്മള് സെറ്റുമായി ബന്ധപ്പെട്ട് അധികം കാൽക്കുലേഷൻസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു.
അപ്പൊ ചെറിയ ചില കാൽക്കുലേഷൻസിലേക്ക് വരുന്ന ഒരു സെക്ഷനിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ടോ, രണ്ട് സെറ്റിനകത്തെ ടോട്ടൽ എലമെന്റ്സ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അവരുടെ യൂണിയനകത്തെ എന്ത് ചെയ്യുന്നുണ്ട്, എലമെന്റ്സ് എണ്ണം കണ്ടുപിടിക്കാൻ. എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതിനകത്ത് തന്നെ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. അത് തന്നെ 3 സെറ്റുകൾ വരികയാണെങ്കിൽ എങ്ങനെയാണ്, ഓക്കെ ആണല്ലോ. ഇതാണ് പഠിച്ചത്. പിന്നെ ഡിസ്ജോയിന്റ് സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് കൂടുതൽ വരുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോ എ ബി രണ്ട് സെറ്റുകളെ ബേസ് ചെയ്തിട്ട് ഞാനൊരു വെൻ ഡയഗ്രാം വരയ്ക്കുകയാണ്. എ ബി യൂണിവേഴ്സൽ സെറ്റ് അല്ലെ. ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്തോ ഇത് എ മൈനസ് ബി ആണ്. ഇതാണെങ്കിലോ എ ഇന്റർസെക്ഷൻ ബി ആണ്. ഇതാണെങ്കിലോ ബി മൈനസ് എ. എന്താണ് ഇവയുടെ പ്രത്യേകത? ഈ 3 സെറ്റുകൾ എ മൈനസ് ബി, എ ഇന്റർസെക്ഷൻ ബി, ബി മൈനസ് എ, 3 സെറ്റുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് എന്താ, ഇത് 3ഉം ഡിസ്ജോയിന്റ് സെറ്റുകളാണ്. എ മൈനസ് ബിയിലെ ഒരു എലമെന്റ് പോലും എ ഇന്റർസെക്ഷൻ ബിക്കകത്തോ ബി മൈനസ് എക്കകത്തോ കാണത്തില്ല. അതുപോലെ എ ഇന്റർസെക്ഷൻ ബിക്കകത്തുള്ള എലമെന്റ്സ് ഇതിനകത്ത് രണ്ടത്തും കാണത്തില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ ഡിസ്ജോയിന്റ് സെറ്റുകളാണ്. ഡിസ്ജോയിന്റ് സെറ്റുകളാണെങ്കിൽ അവയുടെ യൂണിയൻ എന്ന് പറയുന്നത്, അപ്പം നമുക്ക് എന്ത് പറയാം, അപ്പം ഇതും എലമെന്റ്സ് എല്ലാം കൂടെ ചേരുന്നപ്പോ എന്തുമായിരിക്കും, എയിലെ അല്ലെ എ മൈനസ് ബിയിലെ എലമെന്റ്സ് പറയുമ്പോൾ ഇത്രയും മാത്രം വരും അല്ലെ, ഈ ഒരു റീജിയൻ മാത്രം വരും. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ അതാണ് ഇത്രയും വരും. ബി മൈനസ് എ എന്ന് പറയുമ്പോൾ ഇത്രയും വരും. ഇത് ഇത്രയും കൂടെ ചേരുമ്പോൾ എന്താ കിട്ടുന്നത്, എ യൂണിയൻ ബി അല്ലയോ. അപ്പോ എൻ ഓഫ് എ യൂണിയൻ ബി നമുക്ക് അങ്ങനെയും എടുക്കാം. എങ്ങനെയാ, എൻ ഓഫ് എ മൈനസ് ബി പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി പ്ലസ് എൻ ഓഫ് ബി മൈനസ് ബി. ഇതും എന്ത് തന്നെയാണ്, എൻ ഓഫ് എ യൂണിയൻ ബിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയുടെ നേച്ചർ ഉപയോഗിച്ചിട്ട് ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് അന്നേരം കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, പിന്നെ ഈ സെക്ഷനിൽ നമുക്ക് പിന്നെ പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിനകത്ത് എൻ ഓഫ് എ എന്ന് പറയുന്നത് എൻ ഓഫ് എ മൈനസ് ബി പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതിക്കൂടെ. എൻ ഓഫ് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ഇത്രയും സെക്ഷൻ വരും. ഇപ്പൊ ഈ ഷെയ്ഡർ റീജിയൻ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോ ഇതാണ്. അപ്പോ എൻ ഓഫ് എ മൈനസ് ബിയും എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയോടെ ചേരുമ്പോൾ എയിലെ എല്ലാ എലമെന്റ്സും ദാറ്റ് ഈസ് എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ മൈനസ് ബി പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പിന്നെ പറയാവുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഇതിനകത്ത് നിന്ന് തന്നെ എൻ ഓഫ് എ മൈനസ് ബി എങ്ങനെ എഴുതാം, എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന്. എൻ ഓഫ് എ മൈനസ് ബിനകത്ത് എങ്ങനെ എടുക്കാം, എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് എടുക്കാം. ഇതേ ഇക്വേഷൻ നമുക്ക് മറ്റു രീതിയിലും എഴുതാം. എൻ ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് ഈക്വൽ ടു എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇതും കറക്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ സെറ്റുകളൊക്കെ ഈക്വൽ ആണ് നേരത്തെ പഠിച്ചിട്ടുണ്ട്. നോക്കിയേ, എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് വെച്ച് കഴിഞ്ഞാൽ എയ്ക്കകത്തും ബി കോംപ്ലിമെന്റ് ബി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ റീജിയനും നോക്കിക്കഴിഞ്ഞാൽ ബിയുടെ പുറത്തുള്ള എല്ലാ റീജിയനും വരുന്നുണ്ട്. അതിനകത്തും എയ്ക്കകത്തൂടെ കോമൺ ആയിട്ട് വരുന്ന വെച്ച് കഴിഞ്ഞാൽ എ മൈനസ് ബിയുടെ റീജിയൻ മാത്രമേ ഉള്ളൂ. അപ്പം ഈ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് വെച്ച് കഴിഞ്ഞാൽ എന്തിന് ഈക്വലാ, എ മൈനസ് ബിക്ക് ഈക്വൽ ആണ്. അപ്പൊ എൻ ഓഫ് എ മൈനസ് ബി തന്നെയാണ് എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അത് നമുക്ക് ഇവിടുന്ന് എഴുതാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എടുക്കാം. അതേ രീതി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ഇക്വേഷൻ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം, എൻ ഓഫ് എ മൈനസ് ബി പ്ലസ് എൻ ഓഫ് ബി മൈനസ് എ. ഇത് എന്തിനാ ഇങ്ങനെ ഇക്വേഷൻ ആക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും, കുറച്ച് വേർഡ് പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ഏത് റീജിയൺ ആണ് നമുക്ക് വേണ്ടുന്നതെന്നുള്ളത് വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഈ പഠിച്ചതൊന്നും അല്ലാത്ത ചിലപ്പോൾ
ഏതെങ്കിലും ഒരു ഇക്വേഷൻസ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഫോം ചെയ്യേണ്ടി വരണം. അത് നമുക്ക് ആ സിറ്റുവേഷൻ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം മാക്സിമം നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ ഇതിനകത്ത് നിന്ന് ഇപ്പൊ ഈ ഒരു റീജിയന്റെയും ഈ ഒരു റീജിയൻ ചിലപ്പം ചില കേസിൽ വരുമ്പോ എ ബി രണ്ട് സിറ്റുവേഷൻ വന്നിട്ട് ഓൺലി എ ആൻഡ് ഓൺലി ബി എന്നുള്ള ഒരു സിറ്റുവേഷൻ വരികയാണ്. എയിലെ മാത്രം പിന്നെ ബിയിലെ മാത്രം എന്നൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എ മൈനസ് ബിയുടെയും ബി മൈനസ് എയുടെയും കൂടെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ടോട്ടൽ നമ്പർ എടുക്കേണ്ട സിറ്റുവേഷൻ വരും. അത് അത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാമല്ലോ. അപ്പൊ എൻ ഓഫ് എ മൈനസ് ബി പ്ലസ് എൻ ഓഫ് ബി മൈനസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതിപ്പോ ഇതറിയത്തില്ലെങ്കിൽ നമുക്ക് ആ സിറ്റുവേഷൻ വെച്ചിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എൻ ഓഫ് എ കോംപ്ലിമെന്റ് ഇമ്പോർട്ടന്റ് ആണ്. എൻ ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് എ ഒഴിച്ച് ബാക്കിയുള്ള റീജിയണിലെ നമ്പേഴ്സിന്റെ എണ്ണം. അപ്പൊ ഇതാണെങ്കിൽ ഈ എയിലെ നമ്പേഴ്സ് ഒഴിച്ച് ബാക്കിയുള്ളതിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? എൻ ഓഫ് യു ടോട്ടൽ നമ്പർ. അതിനകത്തുനിന്ന് എന്ത് കുറച്ചാൽ മതി? എൻ ഓഫ് എ സബ്ട്രാക്ട് ചെയ്താൽ പോരെ. ടോട്ടൽ എലമെന്റ്സിൽ നിന്നും എയിലെ എലമെന്റ്സിന്റെ എണ്ണം കുറച്ചു കഴിഞ്ഞാൽ എ കോംപ്ലിമെന്റിലെ എലമെന്റ്സിന്റെ എണ്ണം കിട്ടും. ഓക്കെ, അതേപോലെ നമുക്ക് തിരിച്ചും എഴുതിക്കൂടെ? എൻ ഓഫ് എ എന്ന് പറയുന്നത് എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ കോംപ്ലിമെന്റ് എന്നും എഴുതാം. ഇതൊക്കെ ജസ്റ്റ് എക്സ്ട്രാ ഒന്ന് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ കുറെ ഇക്വേഷൻസ് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ പഠിച്ച കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതുപോലെ നമ്പർ ഓഫ് എലമെന്റ്സിന്റെ സെറ്റുമായി ബന്ധപ്പെട്ട് കുറെ ഇക്വേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഇതിനെല്ലാം ബേസിക് ആയിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്താ? എൻ ഓഫ് എ യൂണിയൻ ബിയും എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടോ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഈ ചാപ്റ്റർ തുടർന്ന് അങ്ങോട്ട് വരുന്നത്. അപ്പം ഇന്ന് പറഞ്ഞ ഇക്വേഷൻസും സെക്ഷൻസും ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളായിട്ട് പ്രത്യേകിച്ച് ഇതിന്റെ പ്രോബ്ലം സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.